ദിവ്യാംഗത ഇൻഫർമേഷൻ അഥവാ കുട്ടികളുടെ ഭിന്നശേഷി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് കുട്ടികളുടെ ഭിന്നശേഷി സംബന്ധമായിട്ടുള്ള വിവരങ്ങളെയാണ് ദിവ്യാംഗത ഇൻഫർമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അങ്കണവാടി ഏരിയയിലെ എല്ലാ കുട്ടികളുടെയും പ്രൊഫൈലിൽ ദിവ്യാംഗത ഇൻഫർമേഷൻ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം പോഷൻ ട്രാക്കറിൽ ബെനിഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. 0 to 6, 6 to 3, 3 to 6 തുടങ്ങി എല്ലാ കുട്ടികളുടെയും പ്രൊഫൈലിൽ ദിവ്യാംഗത ഇൻഫർമേഷൻ രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. കുട്ടികളുടെ രജിസ്റ്റർ ഓപ്പൺ ചെയ്താൽ ഇതേ രീതിയിൽ കുട്ടികളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ കുട്ടികളുടെ പേരിൽ തൊട്ടാൽ ഇതേ രീതിയിൽ അവരുടെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വരും. പ്രൊഫൈലിൽ താഴ്ഭാഗത്തായിട്ട് ഇതേ രീതിയിൽ ദിവ്യാംഗത ഇൻഫർമേഷൻ എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അതിന് താഴെയായി തന്നെ ചൈൽഡ് ഡിക്ലെയർഡ് ദിവ്യാംഗജൻ എന്നും കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന് നേരെയായിട്ട് ചില പ്രൊഫൈലുകളിൽ യെസ് എന്ന് കാണാൻ സാധിക്കും, ചില പ്രൊഫൈലുകളിൽ നോ എന്നും കാണാൻ സാധിക്കും. അതുപോലെ ചില പ്രൊഫൈലുകളിൽ നോട്ട് ഡിക്ലെയർഡ് എന്നും കാണാൻ സാധിക്കുന്നതാണ്. ദിവ്യാംഗജൻ എന്നതിന് നേരെയായിട്ട് എസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ആ കുട്ടിക്ക് ഭിന്നശേഷി ഉണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. നോ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ ആ കുട്ടിക്ക് ഭിന്നശേഷി ഇല്ല എന്നും അർത്ഥമാക്കുന്നു. എന്നാൽ നോട്ട് ഡിക്ലെയർഡ് എന്ന് സൂചിപ്പിക്കുന്നത് നമ്മൾ യെസ് എന്നോ നോ എന്നോ കൃത്യമായിട്ട് രേഖപ്പെടുത്താത്ത കുട്ടികളുടെ പ്രൊഫൈലിലാണ് ഇത്തരത്തിൽ നോട്ട് ഡിക്ലെയർഡ് എന്ന് കാണാൻ സാധിക്കുക. അപ്പോൾ എല്ലാ കുട്ടികളുടെയും പ്രൊഫൈലിൽ ഭിന്നശേഷി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇവിടെ വലതുവശത്ത് കാണുന്ന പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുക, ഒന്ന് യെസ് എന്നും മറ്റൊന്ന് നോ എന്നും. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നശേഷി ഉണ്ട് എങ്കിൽ, അതായത് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ വൈകല്യമോ വെല്ലുവിളികളോ നേരിടുന്നതായി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ നമ്മളിവിടെ യെസ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു കോളം ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ ഭിന്നശേഷിയുടെ ടൈപ്പ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് സെലക്ട് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇതേ രീതിയിൽ ഒരു ലിസ്റ്റ് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്നും ഈ ഒരു കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ള ഭിന്നശേഷി ടൈപ്പ് ഏതാണോ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ടു താഴെയായിട്ട് UDID നമ്പർ രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു കോളം കാണാൻ സാധിക്കും. ആ ഒരു കോളത്തിൽ കുട്ടിയുടെ UDID നമ്പർ പൂർണ്ണമായിട്ടും എൻട്രി ചെയ്യുക. അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. തുടർന്ന് പിന്നീട് ഈ ഒരു കുട്ടിയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്താൽ ദിവ്യാംഗത ഇൻഫർമേഷൻ എന്നതിൻ്റെ നേരെ യെസ് എന്നാണ് കാണാൻ സാധിക്കുക. അതേപോലെ അതിന് താഴെയായി തന്നെ ടൈപ്പ്, UDID നമ്പർ തുടങ്ങിയ കാര്യങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഭിന്നശേഷി ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ ദിവ്യാംഗത ഇൻഫർമേഷൻ രേഖപ്പെടുത്തുന്നതിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെൻസിലിൻ്റെ ചിഹ്നത്തിൽ തൊടുക. അപ്പോൾ ഇതേ രീതിയിൽ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിലിവിടെ നോ എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ കൃത്യമായിട്ട് നോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ടു താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നീട് ഈ ഒരു കുട്ടിയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ ദിവ്യാംഗത ഇൻഫർമേഷൻ എന്നതിന് നേരെ നോ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതേപോലെ നമ്മൾ ഒരിക്കൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ പിന്നീട് എഡിറ്റ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ ഇവിടെ വലതുവശത്ത് കാണുന്ന ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാ കുട്ടികളുടെയും പ്രൊഫൈലിൽ ദിവ്യാംഗത ഇൻഫർമേഷൻ രേഖപ്പെടുത്തുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്.